ഈ തട്ടിപ്പ് പല രീതിയിലാണല്ലോ. സംസ്ഥാനത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുടെ പേരിലും ഓൺലൈൻ തട്ടിപ്പ്. അസം സ്വദേശികളായ കുടുംബത്തിന് 22,000 രൂപ നഷ്ടപ്പെട്ടു. നമ്മുടെ തമിഴ് മുഖ്യമന്ത്രി വിജയിയുടെ പേരിൽ വിജയിയുടെ ചിത്രമുള്ള വ്യാജ ഐഡിയിൽ നിന്നുമാണ് ഹിന്ദിയിൽ വാട്സപ്പ് സന്ദേശം ലഭിച്ചത്. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ തരപ്പെടുത്തി തരാമെന്നായിരുന്നു വാഗ്ദാനം. വിജയിക്ക് അതല്ലേ പണി. പിന്നീട് പണം അനുവദിച്ചതായും പണം ലഭിക്കണമെങ്കിൽ 6,000 രൂപ നൽകണമെന്നും സന്ദേശം അയച്ചു. ഇതോടെയാണ് പ്രദീപ് പണം അയച്ചു നൽകിയത്. പ്രദീപ് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ മാസം 3-ാം തീയതി ഒരാൾ വിളിച്ചു, വാട്സാപ്പിൽ ഫോൺ കോൾ വന്നു. കോൾ എടുക്കുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾ പാവപ്പെട്ടക്കാർക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളിലേക്ക് എത്ര ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ നിങ്ങളിലേക്ക് വേണ്ടി സഹായിക്കാം, പൈസ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമുക്ക് തന്നാൽ മതി, നമ്മൾ വീട്ടിൽ ഇച്ചിരി ഉണ്ടാക്കാൻ പോവുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞു അപ്പം ശരി, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെ ഒരു 6,000 രൂപ ആദ്യമേ ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഫേക്ക് ഐ ഡി ആയിരുന്നു, അവർക്ക് അറിയത്തില്ലായിരുന്നു. 22,000 രൂപ മൊത്തം അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പം ആ പൈസ പോയി. പക്ഷേ നമുക്കിപ്പം നല്ല ഒരു ടെൻഷനിൽ നമ്മൾ കിടക്കുന്നു. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ സുരേഷ് പാവം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ്. ഇതെന്താ സംഭവിച്ചത്? പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ പോയി കുരുങ്ങിയതാണോ? അതും വിജയിയുടെ പേരിൽ ഹിന്ദിയിൽ സന്ദേശം വന്നാൽ അപ്പോൾ തന്നെ പിടിക്കപ്പെടേണ്ടതാണ്. നമ്മളൊക്കെയാണെങ്കിൽ സിക്സ് സെൻസ് വർക്ക് ചെയ്യും. വിജയിക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട്. അത് വിജയിയുടെ ഫോട്ടോ വെച്ച് ആണ് പറ്റിച്ചത്. അസം സ്വദേശിയാണോ ഈ പറ്റിക്കപ്പെട്ടയാൾ? അയാൾക്ക് വിജയിയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. ഡോക്ടർ അരുൺ, തട്ടിപ്പിന്റെ ഒരു പുതിയ വഴിയാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പേരിലുള്ള തട്ടിപ്പ്. പണം നഷ്ടപ്പെട്ടത് അസം സ്വദേശിയായിട്ടുള്ള പ്രദീപാണ്. പ്രദീപും കുടുംബവും ഏറെക്കാലമായി കട്ടപ്പനയിലാണ് ജോലി ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഇവർ അസം സ്വദേശികളായതുകൊണ്ടാകാം ഇവരുടെ ഫോണിലേക്ക് ഹിന്ദിയിൽ മെസ്സേജ് വരാൻ കാരണം. ഈ പ്രദീപിന്റെ ഭാര്യയും മകനുമായിരുന്നു ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് ഹിന്ദിയിൽ ഒരു മെസ്സേജ് വരുന്നത്. ആദ്യം തന്നെ ഈ വിജയുടെ ചിത്രമുള്ള ഒരു നമ്പറിൽ നിന്നും ഫോൺ വരുമ്പോൾ അവരുടെ ഓഫീസിൽ നിന്നുള്ള മെസ്സേജ് ആണെന്നാണ് ഇവരുടെ കുടുംബം ഓർത്തുകൊണ്ടിരുന്നത്. പണം തരപ്പെടുത്തി തരാം, നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടോ എന്നാണ് ആദ്യം ഹിന്ദിയിൽ മെസ്സേജ് വന്നത്. അപ്പോൾ ഇവർക്ക് വീടൊന്നും ഇല്ലാത്തതിനാൽ വീട് നിർമ്മിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ വേണമെന്ന് ഈ കുടുംബം, മകനും ഭാര്യയും മെസ്സേജ് തിരിച്ച് അയക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് വരുന്നു 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന് കുറച്ച് പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, അതിന് ആദ്യഘട്ടത്തിൽ 6,000 രൂപ വേണം എന്ന് പറയുന്നു. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി 22,000 രൂപയാണ് കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. പിന്നീടാണ് ഭാര്യയും മകനും ഈ പ്രദീപിനോട് കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന കാര്യം പറയുന്നത്. പിന്നീടും പണം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് വരും. അതുകൂടാതെ ഭീഷണി വന്നപ്പോഴാണ് കട്ടപ്പന പോലീസിൽ ഈ കുടുംബം പരാതി നൽകാൻ തയ്യാറാകുന്നത്. അങ്ങനെ പോലീസ് പറഞ്ഞപ്പോഴാണ് തട്ടിപ്പാണെന്ന് ഈ പ്രദീപിന്റെ കുടുംബം തിരിച്ചറിയുന്നതെന്നാണ് പറയുകയും ചെയ്യുന്നത്. ഇതിൽ പ്രദീപ് മാത്രമല്ല, ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള നിരവധി ആളുകൾ ഈ വിജയുടെ പേരിലുള്ള തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അതിപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഉൾപ്പെടെയാണ് അന്വേഷണം നടക്കുന്നത്. എന്തായാലും കേരളത്തിലുള്ള ആളുകൾക്കും ഈ ഒരു തട്ടിപ്പ് ഒരു മുന്നറിയിപ്പാണ് അരുൺ. ഓക്കെ, തട്ടിപ്പാണ്, പല രീതിയിലും അത് വന്നേക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, MDMA കേസിലെ പ്രതികളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി വിലസുന്നുണ്ട്. ചിലരെയൊക്കെ പൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പൂട്ടുന്ന ആളുകൾ അവരുടെ തെളിവുമായിട്ട് വരുമ്പോൾ ആ വാർത്ത മുക്കാൻ വേണ്ടി മെറ്റയിലേക്ക് ചിലർ ക്യൂ നിൽക്കുന്നുണ്ട്.